ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പരിയിൽ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ മീരയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കൊണ്ടുവന്നോ, ആ ഫോട്ടോ കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല ഞാൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കൈകോർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ, ഇതൊക്കെ അങ്ങോട്ട് വീട്ടിൽ പോരേടി, എന്തിനാടി ഈ ഷോറൂമിനുള്ളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അതാണോ, അതേ ഞാൻ കുറച്ച് ചൂടിലായിരുന്നു, അതുകൊണ്ടാ എന്നെ സോപ്പിടാൻ വേണ്ടി ശ്രുതി വന്നത്. അതെ അതെ, ശ്രുതി ഭയങ്കര ചൂടിലായിരുന്നു, സോപ്പിട്ടല്ലേ മതിയുള്ളൂ, ഇപ്പം എല്ലാം സോൾവായി. നീ ആ ഫോട്ടോ അങ്ങ് എടുക്ക്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ഒരു ഡൗട്ടേ, ഫോട്ടോയോ, നിങ്ങൾ ആരുടെ ഫോട്ടോയോ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പം മീര പറയാം, അത് തൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നു. നന്നായിട്ടോ, എൻ്റെ ഫോട്ടോ ഞാൻ ഈ ഷോറൂമിലൊക്കെ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, ഈ ഷോറൂം മുഴുവനും എൻ്റെ ഫോട്ടോ ആക്കിയാലെന്നൊക്കെ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീര ഫോട്ടോ എടുക്കണത് ശിവൻ്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്, ഇതാണോ എൻ്റെ ഫോട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും തൻ്റെ ഇവിടെ ഫോട്ടോ വെക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, ഇന്നാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ആണ് കൈ കൊടുക്കുക. എന്തിനാ ശ്രുതി ഈ ഫോട്ടോയൊക്കെ, ഈ ഫോട്ടോ ഇവിടെ ഭിത്തിയിൽ വെക്കണം, എന്നിട്ട് എന്നും രാവിലെ വന്ന് ഇവിടെ പൂക്കളും അർപ്പിച്ച് ചന്ദനത്തിരിയും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം വേണം നമ്മുടെ ഈ ഒരു ഷോപ്പിൽ കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ ശ്രുതി, ഇതൊക്കെ ഭയങ്കര ചിലവല്ലേ, ഈ പൂവൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടേ, പൈസ കൊടുക്കാതെ ആരെങ്കിലും പൂ തരുമോ? ശ്രുതി, എനിക്കൊരു ഐഡിയ ഉണ്ട്, രേവതി ഒരു പൂക്കെട്ടുകാരിയാണല്ലോ, അപ്പോൾ കുറേ പൂക്കൾ നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രുതി സച്ചിയും അറിയാതെ നമുക്കെന്നും കുറച്ച് പൂവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് വരാന്നേ, അങ്ങനെ നമുക്ക് അത് ലാഭിക്കാം. എൻ്റെ ശ്രുതി, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? ഇപ്പോഴേക്കും ശ്രുതി, നിന്റെ ഭർത്താവേ ആ സച്ചിയുടെ കൈ കൊണ്ട് തന്നെ ചാകുമെന്ന് എനിക്ക് തോന്നുന്നത്, അതേപോലുള്ള പ്രവർത്തികളല്ലേ ഇയാൾ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഇനെ പറയാം. പറഞ്ഞപ്പോൾ അയ്യോതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്, ഏതായാലും രേവതിയോട് പൂ കൊണ്ടുവന്ന് തരാനായിട്ട് പറയാം, അതിലിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലയെന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ തലതിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ചന്ദ്ര ഭക്ഷണം എടുത്തിട്ട് വായിലോട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാ തലതിരിഞ്ഞിരിക്കുന്ന ചന്ദ്ര എങ്ങനെ ഭക്ഷണം കഴിക്കും? ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാറുകയാണ്. അപ്പോൾ എൻ്റെ പൊന്ന് ചന്ദ്ര, ആ ഭക്ഷണം ഒന്ന് കഴിക്കേ, എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ രേവതി ചോദിക്കണം, അമ്മേ ഞാൻ വാരി തരട്ടെ? അമ്മേ നീ എന്താണ് എന്നെ കളിയാക്കണോ? നീ എനിക്ക് വാരി തരണ്ട. അമ്മേ ഞാൻ വാരി തരാമെന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ കളിയാക്കിയില്ലല്ലോ അമ്മേ. അമ്മ എങ്ങനെ സംസാരിക്കുന്നത്? നീ ഒരു വായും തരണ്ട, ഒരു കോരി തരണ്ട, നീ ഒന്ന് പോകാവോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി വരിക. അപ്പോൾ ചന്ദ്ര കൈയും വെച്ചുകൊണ്ട് ആ ചരിഞ്ഞ തലയിലേക്ക് ഇങ്ങനെ ചോറ് വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വർഷയ്ക്ക് ഈ ഒരു കാര്യം കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇച്ചിരി സഹിക്കാനായിട്ട് പറ്റുക. ശ്രീകാന്ത് നോക്കി, ശ്രീകാന്തെ എനിക്ക് കണ്ടിട്ട് ഇച്ചിരി സഹിക്കാൻ പറ്റുന്നു. വർഷം ഒന്നും മിണ്ടാതിരിക്കുക, സത്യമായിട്ട് എനിക്ക് ചിരി വരുന്നു. അപ്പം ഇങ്ങനെ പറയാം. അപ്പോഴാണ് നമ്മുടെ സച്ചി ഒരു കറങ്ങുന്ന ചേറും കൊണ്ട് വരികയാണ്. കറങ്ങുന്ന ചേറും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏതെന്നാടാ നീ കറങ്ങുന്ന ചേറും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ വർഷോദിക്കണേ, എന്താ ആൻറ്റി ഇവിടെ വില്ലേജ് വല്ലതും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ, വില്ലേജ് ഓഫീസ് വല്ലതും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേടി അതിലെ ഓഫീസർ ഞാനാണ്, പൊളിച്ചടുക്ക് ഞാൻ എല്ലാത്തിനെയും എന്ന് അപ്പോഴും അഹങ്കാരം മാറാതെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ രവി ചോദിക്കണം, എടാ സച്ചിൻ എന്തിനാണ് ഈ കറങ്ങുന്ന ചെയറ്? അതോ അമ്മയ്ക്ക് ഇരിക്കാനായിട്ട്? ഏതായാലും ഇതിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കഴുത്തുവരെ മാറും. എന്താ സച്ചി പറയുന്നത്? അമ്മയുടെ കഴുത്തുവരെ മാറുമെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അച്ഛാ, അമ്മയുടെ കൂടെ ഒന്ന് ഇരിക്കാൻ പറ. അങ്ങനെ സച്ചി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അമ്മേ കറങ്ങുന്ന ചേറിപ്പോയിരുന്നു ഇരുന്നേ അമ്മേ, അമ്മക്ക് കഴുത്തുവരെ പെട്ടെന്ന് പറഞ്ഞു. എന്താടാ എന്നെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ? നീ മനഃപൂർവ്വം കൊണ്ടുവന്നാന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടാ. അയ്യോ അമ്മ, ഞാൻ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല, ഞാൻ പറഞ്ഞത്. അമ്മ അതിലൊന്ന് ഇരുന്ന് നോക്ക്, അമ്മയുടെ കഴുത്തിന് നല്ല ആശ്വാസം ഉണ്ടാവും. ഞാനല്ലേ പറഞ്ഞത്, കഴുത്ത് വരെ മാറുകയും ചെയ്യും. വാ എണീക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ചന്ദ്രയെ ഇങ്ങനെ പിടിച്ചെണീപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. സച്ചിയുടെ കൈയൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. നീ അങ്ങോട്ട് മാറുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ചന്ദ്ര ഏതായാലും കൊണ്ടുവന്നല്ലേ. അപ്പോൾ ശ്രീകാന്തും പറയാണ്, അമ്മ ഏതായാലും ആ കസാല ഇരുന്ന് നോക്ക്, വേദന ആരോഗ്യം കൂടെ മാറട്ടേന്നേ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്ര എന്നെ പതിയെ എണീറ്റ് ആ കസാലിലേക്ക് പടക്കാന്ന് പറഞ്ഞ് ഒറ്റ ഇരുത്തുവാണ്. നന്നായി അമ്മേ എന്ന് നമ്മുടെ സച്ചി പറയാം. ഇപ്പം കണ്ടില്ലേ അമ്മ, ഞാൻ അമ്മയുടെ അടുത്തോട്ട് വരാം. ദേ ഇപ്പം അമ്മയ്ക്ക് എന്നെ കാണാം അല്ലേ? അമ്മയ്ക്ക് കണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറയാം. അപ്പോൾ ഞാനും രേവതിയും ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ അമ്മ എങ്ങനെ വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? ഈ കസാര അങ്ങോട്ട് ഒറ്റ തിരിക്കല് നമ്മുടെ സച്ചി. അങ്ങനെ ഈ ചന്ദ്രമതി നേരെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാണ്. ഇപ്പം അമ്മയ്ക്ക് ഞങ്ങളെ കാണാമല്ലോ അല്ലേ, എന്നെ കാണാമല്ലോ. അപ്പം വഴക്ക് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ മതിയെന്നേ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇരുന്ന് സച്ചി ഇങ്ങനെ ചീത്ത പറയാണ്. കണ്ടോ ഇപ്പം അമ്മയ്ക്ക് ചീത്ത പറയാനായിട്ട് ഭയങ്കര എളുപ്പമല്ലേ. ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മയ്ക്ക് ഞങ്ങൾ വഴക്ക് പറയാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലെന്നറിയാം. അപ്പോൾ നമ്മുടെ വർഷ പറയാണ്, എൻ്റെ ശ്രീകാന്ത് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത കോമഡിയെ ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങി. നമുക്ക് ഇന്ന് ഏതായാലും ജോലിക്ക് പോകണ്ട ശ്രീകാന്തേ, ഇവിടെ ഇരുന്ന് ആൻറ്റിയുടെ ഈ കോമഡി കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് അങ്ങോട്ട് ചിരിക്കാന്നേ. ഇത് കേട്ട നമ്മുടെ ഈ ചന്ദ്രമതി ആണെങ്കിൽ ആ കസാരങ്ങൾ ഒറ്റ തിരിച്ചിട്ട്, എടി ഞാൻ കാണിക്കുന്നത് മുഴുവൻ നിനക്ക് കോമഡി ആണല്ലേ, പിന്നെ അല്ലാതെ ആൻറ്റി കോമഡി അല്ലാതെ പിന്നെ ഇത് എന്താണ്? അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, അങ്ങനെയൊന്നും വേണ്ടട്ടോ, ദേ അമ്മക്ക് ദേഷ്യം കലയിലുണ്ടല്ലോ, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. അമ്മ ഇനി അമ്മ വേറെ ആരുടെയും മുഖത്ത് നോക്കി ചീത്തയെന്ന് കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ തന്നെ വഴക്ക് പറഞ്ഞു അമ്മേ. അപ്പോൾ ഈ സച്ചിയുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് കാര്യം വന്നിട്ട്, എടാ നീ എന്നെ വീണ്ടും കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേടാന്ന് പറഞ്ഞ് തിരിച്ചോട്ട് ചാടി എണീറ്റിട്ട് പടക്കെന്ന് പറഞ്ഞ് സച്ചി അടിക്കാനായിട്ട് കൈ ഉയർത്തിയത് നമ്മുടെ ചന്ദ്രമതിയുടെ കഴുത്തങ്ങോട്ട് ശരിയായി. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ കഴുത്തിൽ തൊട്ട്, അയ്യോ എൻ്റെ കഴുത്ത് ശരിയായി, എനിക്കിപ്പം നേരെ നോക്കാം. അപ്പോൾ സച്ചിക്കും രവിക്കും നമ്മുടെ രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നിക്കണം. അപ്പോൾ രേവതി ആണെങ്കിൽ ദേ അച്ഛാ അമ്മയുടെ കഴുത്ത് ശരിയായ അച്ഛാ. അപ്പോൾ എടാ സച്ചി നോക്കണം, സച്ചി ചന്ദ്രയുടെ കഴുത്ത് ശരിയായി. കണ്ടോ അച്ഛാ, അമ്മയുടെ കഴുത്ത് ശരിയായില്ലേ? എന്നെ തല്ലാനായിട്ട് കൈ ഉയർത്തിയത് കൊണ്ടല്ലേ അമ്മയുടെ കഴുത്ത് ശരിയായത്. അപ്പോൾ അമ്മയുടെ കഴുത്ത് ശരിയാനുള്ള ഉത്തരവാദി ആരാണ്? അത് നീ തന്നെയാണ് സച്ചി, നിനക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചന്ദ്രയുടെ കഴുത്ത് ശരിയായത് എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ ആശ്വാസം തോന്നുകയാണ്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതിയും അതേപോലെ തന്നെ വർഷയും ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാ, ഏതായാലും എൻ്റെ കഴുത്ത് ശരിയായി. എനിക്കേ രേവതി ഇങ്ങോട്ട് വന്നേ. എന്തമ്മേ? എനിക്ക് ചിക്കൻ കറി കഴിക്കണം. ചിക്കൻ കറിയും പൊരിച്ചതും ഒക്കെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്ക്. കുറച്ച് ദിവസമായല്ലോ ഞാൻ ചിക്കൻ കറി കഴിച്ചിട്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോയി കടയിൽ പോയി ചിക്കൻ മേടിച്ചിട്ട് വാ. ഇത് കേട്ട രവിയാണെങ്കിൽ, ചന്ദ്രേ ഇതിനെക്കാലം നല്ലത് നിന്റെ കഴുത്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരുന്നു. കഴുത്ത് നിന്റെ റെഡി ആവണ്ടായിരുന്നു. എന്താ ഇത്? ഓഹോ രവിയേട്ടൻ അപ്പം എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ. എൻ്റെ കഴുത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നല്ല നിന്റെ കഴുത്ത് നേരെ ആയപ്പോൾ തന്നെ നീ രേവതിയുടെ മെക്കിട്ട് കാണാനായിട്ട് തുടങ്ങിയല്ലോ ചന്ദ്രേ. അത് പിന്നെ ഭക്ഷണമൊക്കെ പിന്നെ ഉണ്ടാക്കണ്ടേ? രേവതി ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? നീ പോയി ചിക്കൻ മേടിച്ചോണ്ട് വാടി, എന്നിട്ട് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിത്താ എന്നിങ്ങനെ സംസാരിക്കുക. ഇത് കേട്ട രേവതിക്ക് കലി വരിക. അപ്പം രേവതി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്തമ്മേ, അമ്മക്കേ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോണം, എന്നെ ഭരിപ്പിക്കാനായിട്ട് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യം അമ്മയുടെ കഴുത്ത് ഇടത്തെ സൈഡായിരുന്നു ഉളുക്കിയത്, ഇനി അത് വലത്തെ സൈഡാവും. പറഞ്ഞ മനസ്സിലായോ? അച്ഛനവിടെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുക. ചന്ദ്രയാണെങ്കിലൊക്കെ ചമ്മി നാറിയൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ സച്ചി ചോദിക്കാണ്, മതിയായില്ലേ? വയറ് നിറയെ കിട്ടിയില്ലേ? സമാധാനമായില്ലേ? ഇനിയെങ്കിലും എല്ലായിടത്തും പോയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ കിട്ടിയല്ലോ, വയറ് നിറയെ കിട്ടിയല്ലോ, ഇനിയേ ഈ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കഴുകിക്കൊണ്ട് വെക്കുക, കഴുത്തിനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രവിയും പോവുക. അപ്പോൾ രവിയും പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, കഴുത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ വീട്ടിലെ ജോലികൾ മുഴുവനും ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്
ചന്ദ്ര. അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ രേവതിയെ ഫോൺ ചെയ്യുക. അപ്പോൾ രേവതിയാണെങ്കിൽ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഫോൺ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി വിളിച്ചത്? അതെ രേവതി, എനിക്ക് കുറച്ച് പൂ കൊണ്ട് തരാമോ? ദൈവത്തിൻ്റെ മാലയിൽ ചൂടാനായിരുന്നു, ദൈവത്തിൻ്റെ ഫോട്ടോയിൽ ചൂടാനായിരുന്നു, അതുകൊണ്ട് പൂ കൊണ്ട് തരാമോ? അതിനെന്താ, ഞാനിപ്പോൾ തന്നെ കൊണ്ടുതരാമല്ലോ. ശരി രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. രേവതി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്യാണ്. ഈ സമയം തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിക്കുന്നത്, സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അവിടെ ഒരു ചെറിയൊരു റോൾ അഭിനയിക്കാൻ വേണ്ടി നമ്മുടെ ബീരാനിക്ക വന്ന് നിൽക്കുക. ബീരാനിക്കനോട് എത്ര ഡയലോഗ് പറഞ്ഞിട്ടും ഇയാൾക്കാണെങ്കിൽ ഒരു ഉന്തവും മനസ്സിലാവുന്നില്ല. ദേഷ്യവും വരുന്നുണ്ട് മറ്റേ ഡയറക്ടർമാർക്ക്. എടോ താൻ ഇപ്പോഴെങ്കിലും ഡയലോഗ് ഒന്നും മറക്കാതെ പറയാമോ? എന്താണെന്നറിയില്ല, ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് ആടിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ഒരാടിനെ വെട്ടിക്കൊടുക്കാനുണ്ടേ, ഒരു ഓർമ്മയും വരുന്നത്. താൻ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറയുന്ന ഡയലോഗ് കറക്റ്റായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞോളാം. നിങ്ങൾ ഡയലോഗ് പറ. അങ്ങനെ അയാൾ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു കൊടുത്തപ്പോഴും അയ്യോ ഇത് കുറച്ച് ഡയലോഗല്ലേ ഉള്ളൂ, ഇതെന്താ ഇങ്ങനെ? ഞാനൊരു ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ ഈ ഡയലോഗ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഷിറ്റ് എന്നും കൂടി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും താൻ ഷിറ്റൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന ഡയലോഗ് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ബീരാനി ഇങ്ങനെ ഡയലോഗ് പറയാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പതേ വരുന്നു രേവതി സ്കൂട്ടറായിട്ട്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ റിലേ മുഴുവൻ പോയി. രേവതിയും ഇയാളെ കണ്ടെങ്കിൽ നോക്കി നിൽക്കാൻ, ദൈവമേ ഇത് ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇയാൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്കൂട്ടർ തിരിച്ച് വിടുകയാണ്. ലൊക്കേഷനുള്ള ഡയറക്ടർമാർ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ നിൽക്കണവിടെ, തൻ്റെ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണോ പോകേണ്ടത്? അങ്ങനെ രേവതി ഇയാളുടെ പിറകെ വിട്ടടിച്ചിങ്ങനെ പോവാ. അപ്പോൾ ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി പിന്നാലെ വരുന്നുണ്ടെന്ന് ഇയാൾക്ക് ശരിക്കും മനസ്സിലായി. ദൈവമേ ഇവളെൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, ഇതാകെ പ്രശ്നമാകുമല്ലോ, പിടിക്കുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇയാൾ വേറൊരു സ്ഥലത്ത് കൂടി വിട്ടടിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി പിന്നെ ഇയാളെ കണ്ടില്ല. എന്നാലും എവിടെ പോയി? അല്ല, ശ്രുതി പറഞ്ഞത് ശ്രുതിയുടെ ഇളയച്ചൻ ഉത്തരേന്ത്യയിലാണെന്നാണല്ലോ, പിന്നെ എങ്ങനെ ഇയാളിവിടെ വന്നു എന്ന് ചിന്തിച്ചാണ് നമ്മുടെ രേവതി മുന്നോട്ട് പോകുന്നത്. അല്ലെ ശ്രുതിയുടെ കടയിലേക്ക് ചെല്ലാം എന്ന് ആലോചിച്ച് ശ്രുതിയുടെ കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പെടുത്ത് നമ്മുടെ രേവതി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ ഷോറൂമിലാണെങ്കിൽ ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റാഫാണെങ്കിൽ ലേറ്റായിട്ട് വരികയാണ്. താനെന്താണോ ഭക്ഷണം കഴിക്കുക ഇത്ര സമയമോ? താനെന്താണോ ലേറ്റ് ആയത്? അയ്യോ സാറേ ഞാൻ ലേറ്റ് ആയില്ലല്ലോ, എന്നോടാണോ പറയുന്നത്? താൻ ലേറ്റായി. അങ്ങനെ വീര മറ്റൊരു വഴി കൂടി ചെന്ന് കയറുകയാണ്. അപ്പോൾ പറയുമ്പോഴേക്കും അവള് വന്നില്ല, രക്ഷപ്പെട്ടു. ഏതായാലും ശ്രുതിയുടെ കട ഇവിടെ അടുത്തല്ലേ, ശ്രുതിയുടെ കട വരെ ഒന്ന് പോയേക്കാം, എന്നാലേ ശരിയവള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ ചിന്തിച്ച് ഈ സമയം തന്നെ ഈ ശ്രുതിക്കാണെങ്കിൽ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ സ്റ്റാഫ് ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇനി മേലെ നീ ലേറ്റായിട്ടുണ്ടെങ്കിൽ നിൻ്റെ സാലറി ഞങ്ങൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതിക്ക് ഒരു കോള് വരികയാണ്. ശരി സാർ, ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം. അങ്ങനെ ശ്രുതിയോട് പറയുകയാണ്, അതെ ഞാൻ ഒരിടം വരെയും പോവാം കേട്ടോ, നീ കടകളെല്ലാം നോക്കിക്കോളണേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും പോവാം. അപ്പോൾ ശ്രുതിയുടെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മീര സംസാരിക്കുകയാണോ, നിനക്ക് നല്ല ടാലൻ്റുള്ള ഭർത്താവിനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊരു ഉഷാറ് നിൻ്റെ ഭർത്താവിന്. അതെ ശ്രുതി ശരിക്കും മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ബീരാൻ കടയിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ മീര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ബീരാൻ വരുന്നു. ബീരാൻ ഇതിന് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചിന്തിച്ച് ഇവർ നേരെ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ബീരാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, എന്തിനാണ് താൻ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ പറയാം, കുറച്ച് വെള്ളം താൻ വെള്ളം കുടിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, കാര്യം പറയാൻ ആദ്യം എനിക്ക് കുറച്ച് വെള്ളം അങ്ങനെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. എൻ്റെ ദൈവമേ സമാധാനായി. നല്ല അടിപൊളി ഷോറൂം ആണല്ലോ ശ്രുതി. അതെ കൊള്ളാം, എന്നാലും ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കായിരുന്നു, നിങ്ങൾ വിളിച്ചില്ല. ഒരു പേരും പ്രശസ്തിയിൽ അമ്മായിയമ്മനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആദ്യം താൻ അത് പറ. അതെ, എന്നൊരു പെണ്ണ് പിന്തുടർന്നായിരുന്നു, ഞാൻ ആകെ പ്രശ്നത്തിലായിരുന്നു. ഏത് പെണ്ണിൻ്റെ കെണിയിലാണോ താൻ പോയി വീണത്? തന്നെ ഏതെങ്കിലും പെണ്ണ് കയറി അടിക്കാൻ വേണ്ടി വന്നാണോ? അയ്യേ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു പെണ്ണ്, ഏത് പെണ്ണ്? അത് പിന്നെ ഈ പൂവൊക്കെ കെട്ടുന്ന പെണ്ണ്, രേവതി, സച്ചിയുടെ ഭാര്യ രേവതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. എന്നെ അവൾ കണ്ടു എന്ന രീതിയിലും പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.